മാസപ്പടിയിൽ ഒരു പത്രവാർത്തയെ തുടർന്ന് പൊടുന്നനെ പൊട്ടിവീണ അന്വേഷണങ്ങളല്ലെന്നും 2020 മുതലേ തുടങ്ങുന്ന അന്വേഷണങ്ങളാണെന്നും വ്യക്തമാക്കുന്നത് SFIO അന്വേഷണം ശരിവച്ച കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. 2020 EDക്ക് കാര്യങ്ങൾ അറിയാം. ആ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് 5 കാതലായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മറുപടി പറയുമോ മുഖ്യമന്ത്രി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിന് 5 ചോദ്യങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. മാസപ്പടി വിവാദത്തിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാം. 2021 ജനുവരിയിൽ ED നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ED അന്വേഷണത്തെ മൂടി വെച്ചത്? CPMഉം BJPയും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ? അപ്പോൾ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? CMRLന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ്. CMRL കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ? 4, ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക. 5ാമത്തെ ചോദ്യം, CMRLൻ്റെ തന്നെ ഉടമകളുടെ കീഴിലുള്ള NBFC ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ്. ആ പണം എവിടെ പോയി? ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് സുരേഷ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി മാധ്യമപ്രവർത്തകർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ജിൻഡോയിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ SFI അന്വേഷണം ഇപ്പോൾ മാത്യു കുഴൽനാടൻ അതിൻ്റെ ഒരു വ്യവഹാര വഴി തുടങ്ങി വെച്ചു. ഷോൺ ജോർജ് അതിൻ്റെ മറ്റൊരു വ്യവഹാര വഴിയിൽ കൂടി മുന്നോട്ടേക്ക് പോയി. SFI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നു. SFI അന്വേഷണം വരുന്നു. വളരെ പെട്ടെന്ന് അവർ റെയ്ഡുകൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ഇന്നലെ ബാംഗ്ലൂരിൽ പോയി ഹാജരായി എന്ന് കേൾക്കുന്നു. അതിന് സ്ഥിരീകരണമില്ല. എന്തായാലും അന്വേഷണം വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഒത്തുകളിയുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ 5 ചോദ്യങ്ങൾ? CPMഉം BJPയും തമ്മിൽ ഒത്തുകളി സംശയിക്കുന്നുണ്ടോ കോൺഗ്രസ് ഈ വിഷയത്തിൽ? ജിൻഡോ. തീർച്ചയായിട്ടും ഹാഷ്മി, അതിൽ നമ്മുടെ മുമ്പിൽ കുറേ ആളുകൾ നുണ പറഞ്ഞിരുന്നു. ഒന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ബാലൻ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരെല്ലാം കേരളത്തോട് കള്ളം പറയുകയായിരുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെയും ഭാഗം നാളെ ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ വീണ ബാംഗ്ലൂർ ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 15 പ്രാവശ്യത്തോളം 2021 ജനുവരി 29 മുതൽ ഏകദേശം 15 പ്രാവശ്യത്തോളം ROCയും അതുപോലെ മറ്റ് കമ്പനികാര്യ വകുപ്പുകളും മറ്റ് വകുപ്പുകളൊക്കെ വീണയുമായിട്ട് നിരന്തരം വീണയുടെ കമ്പനിയുമായിട്ട് കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടുണ്ട്. അതിൽ 2022 7-ാം മാസം 22-ാം തീയതി വീണ തന്നെ നേരിട്ട് ഹാജരായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് CPMന്റെ നേതാക്കന്മാർ കള്ളം പറഞ്ഞത് വീണയുടെ ഭാഗം കേട്ടില്ല, കമ്പനിയുടെ ഭാഗം കേട്ടില്ല എന്ന്. ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ ഓരോ ചർച്ചയിലും BJPയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്തിലെ പോലെ അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസിലെ പോലെ CBI മറ്റ് ലാവ്ലിൻ കേസിലെ CBI അന്വേഷണം, CBI വാദം പോലെ ഇത് നിരന്തരം വീണയെ സംരക്ഷിക്കാനുള്ള നിലപാടല്ലേ എന്ന് നമ്മൾ സംശയം ഉന്നയിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞത് പിണറായി വിജയനെതിരെ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. പക്ഷെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? 2021 മുതൽ ED അന്വേഷണവും നടക്കുന്നു എന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് 3 വർഷക്കാലം പിണറായി വിജയൻ മൂടി വെച്ചത്? അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഈ അന്വേഷണങ്ങൾ പുറത്തുവിടാതെ സംരക്ഷിച്ചത്, കള്ളം പറഞ്ഞത് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കാനെന്ന് മനസ്സിലാക്കാം. പക്ഷെ BJPയുടെ നേതാക്കന്മാരും BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളും എന്തുകൊണ്ടാണ് ഈ ED അന്വേഷണത്തെ കുറിച്ച് നാളിതുവരെ പുറത്തു പറയാതിരുന്നത്? അപ്പോൾ ഈ ദിവസം വരെ അത് പുറത്തു പറയാതിരുന്ന ഈ 2 അന്വേഷണം BJP നേതാക്കൾക്ക് അറിയണമെന്നുണ്ടോ? ED നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും BJP നേതാക്കൾക്ക് അറിയണമെന്നുണ്ടോ? അല്ല, അതിൽ നമുക്ക് സംശയിക്കാവുന്ന കാര്യമാണല്ലോ. കേരളത്തിൽ വന്ന് തൃശ്ശൂർ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി ആണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് അറിയുന്നത്, BJPയുടെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അറിയുന്നത്? അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണമല്ല ഈ നടക്കുന്നതെന്നാൽ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായിട്ടുള്ള പല ബന്ധങ്ങളും ഈ അന്വേഷണ ഏജൻസികൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ധാരണ പ്രകാരമാണ് 3 വർഷക്കാലം ഈ 2 പാർട്ടിയുടെയും ആളുകൾ ഇത് മൂടിവെച്ചത്.
പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എന്തുകൊണ്ടാണ് ഇത് 3 വർഷത്തിന് ശേഷം പുറത്തു വരുന്നത്? നാളിതുവരെ ഈ രണ്ട് പക്ഷത്തു നിന്ന ആളുകളും പൊതുസമൂഹത്തോട് കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ശരി, ഞാൻ അങ്ങനെ അഡ്വക്കേറ്റ് സുരേഷ്, 2019 ജനുവരി മാസമാണ് CMRL ആദായ നികുതി വകുപ്പ് റെയ്ഡ്. 2019 കേട്ടോ, വർഷം 4 മുമ്പ്. ആ അവിഹിത തുരങ്ക ഇടപാടുകളുടെ എല്ലാ വിവരങ്ങളും നികുതി വകുപ്പിന് അന്നേ കിട്ടി അറിയാൻ കഴിയുന്നു. 2020 ED കാര്യം 2021 ജനുവരിയിൽ ED ആവശ്യപ്രകാരം ROC എക്സാലോജിക്കിന് അയച്ച കത്ത് ഈ ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ ഇത് പെട്ടെന്ന് പൊട്ടി വീണതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ കത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ ഉത്തരവിൽ. പിന്നെ ആ വ്യവഹാരങ്ങൾ ഒട്ടകപ്പക്ഷി മണ്ണിൽ തലപൂഴ്ത്തും പോലെ ഒരു സുഷുപ്തിയിലാണ്, ഒരു സംശയാസ്പദ ഹൈബർനേഷൻ. പിന്നെ അത് സടകുടഞ്ഞു നിൽക്കുന്ന എപ്പോഴാണ്? 2023 ഓഗസ്റ്റ് 8-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ ജോബി തോമസിന്റെ ബൈനിൽ വാർത്ത വരുമ്പോൾ മാത്രം. വാർത്ത വന്നിരുന്നില്ലെങ്കിലോ ഹൈബർനേഷൻ തുടരുമായിരുന്നില്ലേ? അതാണ് ഒത്തുകളിയുടെ സംശയമായി പ്രതിപക്ഷ നേതാവും ജിൻഡോയും ആരോപിക്കുന്ന മറുപടി. അഡ്വക്കേറ്റ് സുരേഷ്, പ്രതിപക്ഷ നേതാവിനെ പോലെ ഇത്രയും ഗതികെട്ട ഒരു നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ തണലിൽ, ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ പിച്ചും പേയും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും അതിനുശേഷം നിയമസഭയിൽ ഒത്തുകളിച്ച് ഈ വീണ വിജയൻ്റെ വിഷയം പുറത്തു വരുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോരമ പത്രത്തിൽ തന്നെ പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൻ്റെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിയമസഭ കൂടുന്ന സമയത്ത് ഒരുമാതിരി കള്ളനും പോലീസും കളിക്കുന്ന പണിയായിരുന്നു പിണറായി വിജയനും വി ഡി സതീശനും നിയമസഭയിൽ കാണിച്ചത്. ആ സമയത്തൊരു സബ്മിഷൻ ഉന്നയിക്കാനോ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്താനോ ചർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ച സ്പീക്കർക്കെതിരെ മുന്നോട്ട് വരാനോ നിയമസഭ പ്രക്ഷുബ്ധമാക്കാനോ ഈ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല. അതിനുശേഷം വീണ്ടും ഒരു സെഷൻ നടന്നു അസംബ്ലിയുടെ. ആ സെഷനിലും ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസിൻ്റെ ഒരു MLA എണീറ്റപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത സമയത്ത് പോലും ഒരുമാതിരി സ്പീക്കറുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ദാസനായിട്ട് പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവാണ് ഈ കേരളത്തിലുള്ളത്. ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു, 5 കാതലായ ചോദ്യം ചോദിച്ചല്ലോ. ഈ 5 കാതലായ ചോദ്യത്തിൽ ഒരു കാതലായ ചോദ്യമെങ്കിലും നിങ്ങളുടെ വയനാട്ടിലെ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുമോ? അല്ലല്ല, ആ ചോദ്യത്തിന് സോണിയ ഗാന്ധിക്ക് പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അതിലെന്തിനാണ് അസ്വസ്ഥനാവുന്നത് എനിക്കറിയില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞവരുണ്ട്. പക്ഷേ ചോദ്യം ഇവിടെ ഇതാണ്. ശ്രീ സുരേഷ്, ഞാൻ അങ്ങേക്ക് കർണാടക ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് അയച്ചു തരാം. അതിൽ പറയുന്നുണ്ട്, 16-ാം പോയിന്റായി പറയുന്നു, അറൌണ്ട് ദ സെയിം ടൈം എ കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻഡ് ബൈ ദ രജിസ്ട്രാർ ഓൺ 29/1/2021 കോളിംഗ് ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ 206 ഓഫ് ദ ആക്ട് എന്ന് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രിംഗ് ഫ്രം എയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ പൊട്ടി വീണതല്ല. ബട്ട് ഇറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ CMRL ആൻഡ് ദ പെറ്റീഷണർ. 29/1/2021 EDക്ക് വിവരം അറിയാം. എവിടെയായിരുന്നു ED 3 വർഷം? ശ്രീ സുരേഷ്, ആ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയാവുന്നതാണ്. ഹാഷ്മി ഇതെന്താ ED ഇന്ദിരാഭവനിൽ നിന്നാണോ EDയെ കൊണ്ട് 2019 2020 അന്വേഷിപ്പിച്ചത്? ആണോ? 2019 2020 ഇന്ത്യ ഭരിക്കുന്നതാരാ? ശരി, അത് കഴിഞ്ഞ് ഭരണം മാറിയില്ലല്ലോ. അതിന് ഉത്തരം പറയൂ. അല്ല, അത് കഴിഞ്ഞ് ഭരണം മാറിയോ? ശ്രീ സുരേഷ്, 2019 കഴിഞ്ഞ് ഇവിടെ ഭരണം മാറിയായിരുന്നു? കോൺഗ്രസിന്റെ ഇല്ലല്ലോ. പിന്നീട് പത്രവാർത്ത വരുമ്പോഴാണെന്നേ പിന്നെ ഇതെല്ലാം കൂടെ സടകുടഞ്ഞ് എഴുന്നേക്കുന്നത്. അപ്പൊ അതുവരെ ഇത് അട്ടത്ത് വെക്കുന്നത് ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിനിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വണ്ടക്ക് കയറാതെ നേർക്കുന്ന യുക്തിപത്തിന് മറുപടി പറയാൻ അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ നേർക്കുന്ന രാഷ്ട്രീയ മറുപടി പറയാം. അല്ല ഹാഷ്മി ഒന്ന് നിർത്താമോ? എന്റെ ഊഴമാണ്. ആദ്യത്തെ ഊഴത്തെങ്കിലും മര്യാദയ്ക്കും മാന്യതയ്ക്കും എനിക്ക് സമയം തരൂ. താങ്കളുടെ രാഷ്ട്രീയ അജണ്ടയിൽ താങ്കളുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾക്ക് തൽക്കാലം ഒന്ന് വിരാമം ഇടൂ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കളൊന്ന് നിർത്തൂ. സതീശന്റെ പ്രധാനമന്ത്രി വി ഡി സതീശന്റെ പാർട്ടിക്കാരനായിരുന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അല്ല. നരേന്ദ്രമോദി സർക്കാർ അഴിമതിക്കാരനെ കക്കാനും അനുവദിക്കില്ല, കക്കുകയും ചെയ്യില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ED ഈ എക്സാലോജി കമ്പനിയെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം 15ഓളം പ്രാവശ്യം എക്സാലോജി കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയും എക്സാലോജി കമ്പനിയുടെ അതിൻ്റെ MD ആയിട്ടുള്ള വീണ വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
ആര്? ഇതൊക്കെ ഇഡിയോ? ചെയ്തത് വി ഡി സതീശന്റെ ഇന്ദിരാഭവനിൽ നിന്നാണോ? അല്ലാതെ ചെയ്ത് ഇഡി ആണോ? മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ച സമയത്താണോ? അല്ലല്ലോ. സർ, അത് ചെയ്ത് ഇഡി അല്ലല്ലോ. അത് ചെയ്ത് ഇഡി ആണോ? ഇഡി ചെയ്തില്ലേ? ഇല്ല. ഇഡി ചെയ്തില്ല. കണ്ടെത്തിയതിന് ശേഷം ROC ചെയ്തില്ലേ? സർ, ഇഡി കണ്ടെത്തിയതിന് ശേഷം അല്ല ROC ചെയ്തത്. ഇഡി കണ്ടെത്തിയതിന് ശേഷം സർ, ROC അന്വേഷിക്കുന്നത് എന്താണ്? ROC അന്വേഷിക്കുന്നത് കമ്പനികാരെ ബന്ധപ്പെട്ട കാര്യമാണ്. ആദായ നികുതി വകുപ്പിന്റെ 2019 റെയ്ഡിൽ നിന്നും ഗുരുതരമായ കാര്യങ്ങൾ നികുതി വകുപ്പിന് ബോധ്യമാവുകയും അതുവഴി ഇഡി എന്താണ് ഈ മണി ലോണ്ടറിംഗ് ആണ്, PMLA ആണ്, അല്ലെങ്കിൽ ഫെമയാണ്, അതുവരെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് ഇഡിക്ക് ബോധ്യപ്പെടുകയും ഇഡി ROCയോട് ഈ കാര്യങ്ങൾ കൂടി ഇതിലെ കമ്പനി കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് പറ എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ROC വരുന്നതാണ്. അല്ലാതെ ഇഡിക്ക് ROCയിൽ ഇടുന്ന ആവശ്യമില്ല. ഇഡിക്ക് നേരിട്ട് വരാം, വന്നില്ല. അവിടെയാണ് ഒത്തുകളി ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എസ് സുരേഷ്. അല്ല, ഈ ഒത്തുകളി ഈ പ്രതിപക്ഷ നേതാവിനോട്, ഈ പ്രീതിപക്ഷ നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെല്ലാം ചെയ്തത് ROC ആരുടേതാ? കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ? അതോ ഇന്ദിരാഭവൻ്റെ കോൺഗ്രസ്സുകാരൻ്റെ രാഹുൽ ഗാന്ധിയാണോ ROCക്ക് നേതൃത്വം നൽകുന്നത്? അതുപോലെ തന്നെ ആദായ നികുതി തർക്ക പരിഹാര ഫോറം രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയാണോ നേതൃത്വം നൽകുന്നത്? ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ ഏജൻസികളല്ലേ? ഇഡി ഒരു കാര്യം കണ്ടെത്തിയാൽ അത് ROCയെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തർക്കപരിഹാര ബോർഡ് അതിനെ സംബന്ധിച്ച് ഇൻട്രീം ഓർഡർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം SFIOയ്ക്ക് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ചുമതല മാറ്റുന്നു. SFIക്ക് അന്വേഷണ ചുമതല മാറ്റിയതിനെ സംബന്ധിച്ച് ഇവിടുത്തെ കേരളത്തിന്റെ ചെലവിൽ ഇവിടെ KSIDC കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ 2020 മുതൽ 2023 വരെയുള്ള കാര്യത്തിലെ അന്വേഷണ ഏജൻസികളുടെ മൗനം എന്തായിരുന്നു എന്ന് പറയാറിയോ? 2020 കണ്ടെത്തിയ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും 2023 പത്രവാർത്ത വരും വരെ അന്വേഷണ ഏജൻസികളുടെ മൗനം എന്തുകൊണ്ടാണെന്ന് പറയാമോ ശ്രീ സുരേഷ്? എൻ്റെ ഹാഷ്മി, നിങ്ങൾ വി ഡി സതീശൻ്റെ നാവെടുത്തു വെച്ച് ഇവിടെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് വി ഡി സതീശനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കേൾക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഞാൻ വി ഡി സതീശനോട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നു, 30 വർഷത്തിലേറെ കേരളം ഭരിച്ചില്ല കോൺഗ്രസ്സുകാർ? ഏതെങ്കിലും ഒരു CPM നേതാവിനെതിരെ എന്തെങ്കിലും നിലപാടെടുത്ത് ജയിലിലടയ്ക്കാനോ നടപടിയെടുക്കാനോ 30 വർഷത്തെ കോൺഗ്രസ് ഭരണകൂടം ഈ കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സുകാരൻ ഭരിച്ചില്ലേ 60 വർഷക്കാലം? പശ്ചിമ ബംഗാളിലും ത്രിപുരയിൽ ഉൾപ്പെടെ കൊടിയ അഴിമതിയും കൊള്ളയും കൊലപാതകവും നടത്തിയ CPMനെതിരെ തൻ്റെ ഇടമുള്ള അന്തസ്സുള്ള എന്തെങ്കിലും നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ടോ? BJP ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസിനും പ്രസക്തിയില്ല, CPMനും പ്രസക്തിയില്ല. ഞാൻ സ്പെസിഫിക് അങ്ങോട്ട് ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് 4 നോട്ടീസ് അയച്ച ഇഡി, ഇവിടെ ഡൽഹിയിലെ 2 മന്ത്രിമാരെ പിടിച്ചകത്തിട്ട ഇഡി, ഇവിടെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ മന്ത്രിമാരെ പിടിച്ചകത്തിടുന്ന ഇഡി, 2019 റെയ്ഡ് നടന്ന് 2020 കാര്യങ്ങൾ അറിഞ്ഞ് 2021 ROC കൊണ്ട് കത്തെഴുതിച്ച ഇഡി 2023 വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സ്പെസിഫിക് ആണെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ. അതില്ലാത്തതുകൊണ്ടാണ് ജനറൽ രാഷ്ട്രീയം പറയുന്നത് അങ്ങ് CS സുരേഷ്. ഹാഷ്മി താങ്കൾ BJPയുടെ നിലപാടിനെയും BJPയുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെയും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചെറുതാക്കാൻ ശ്രമിക്കണ്ട. താങ്കൾക്കൊക്കെ ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മറുപടി പറഞ്ഞാൽ നമ്മുടെ ചർച്ച എതിരായിട്ടാണ് കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ എന്റെ വളരെ ലളിതമായ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ലളിതമായിട്ടുള്ള നിക്ഷിപ്ത വിക്ഷലിപ്തമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്ന അതേപടി ഉത്തരം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. എന്റെ പാർട്ടിയുടെ നിലപാട് സുവ്യക്തമായിട്ട് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. ചാനലിൽ എന്നെ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് ഈ പണിയിൽ ഇരിക്കണമെന്നില്ല. ഇന്ത്യ ഭരിക്കുന്നത് BJP. മനസ്സിലായാൽ മതി. താങ്കൾ ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം താങ്കൾ ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. വീണ വിജയനെതിരെ അന്വേഷണം നടത്തുന്നത് താങ്കൾ ഇത്രയും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. സാർ, എന്റെ ഒരു ലളിതമായ ചോദ്യം മാത്രമാണ് താങ്കൾ ഇത്രയും വല്ലാതെ സുരേഷ്, എന്റെ ലളിതമായ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇത്രയും വിഭ്രാന്തനാകുന്നതെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും. എന്റെ വളരെ ലളിതമായ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ മറുപടി ആഗ്രഹിക്കുന്നത് എനിക്ക് മറുപടി വേണം സുരേഷ്. എന്റെ ചോദ്യം കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്ന
CPM ഒന്നും അതിലേക്ക് ഒന്നും പോകണ്ട. ഞാൻ ചോദിക്കുന്നത് എന്താണ്, കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ കർണാടക ഹൈക്കോടതി എഴുതി വെച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എന്റെ ലളിതമായ ചോദ്യമാണ്. 2020 തന്നെ ഇഡിക്ക് അറിയാമെങ്കിൽ 2021 ഇഡിയുടെ നിർദ്ദേശപ്രകാരം ROC വിഷയങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയെങ്കിൽ 2020 മുതൽ 2023 വരെ ഇഡി എവിടെയാണ് എന്ന് വളരെ വളരെ സിമ്പിൾ ചോദ്യമല്ലേ സുരേഷ്? ED അന്വേഷിക്കേണ്ട അവസ്ഥ ആയിട്ടില്ല. ED അത് ROCക്ക് റെഫർ ചെയ്തു. ED അത് SFIOയ്ക്ക് റെഫർ ചെയ്തു. അതിനെ സംബന്ധിച്ച് അത് SFIOയ്ക്ക് ബാങ്കിങ് മേഖലയിൽ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. SFIക്ക് കോർപ്പറേറ്റ് മേഖലയിൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്താനുള്ള അധികാരമുള്ളത് SFIക്കാണ്. അതോടൊപ്പം തന്നെ ടാക്സ് മേഖലയിൽ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ചുമതല SFIക്കാണ്. ഫോറൻസിക് മേഖലയിൽ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ചുമതല SFIക്കാണ്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് തീർന്നില്ല. അങ്ങ് വീണ്ടും എൻ്റെ ഉത്തരം പ്രേക്ഷകരിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാരെ നോക്കുകയാണ്. എൻ്റെ ഉത്തരം പോട്ടെ, അക്ഷമനാകാതിരിക്കൂ. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അധികാരം SFIക്കാണ്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക നിർവഹണത്തിലെ നിയമപരമായ പ്രശ്നങ്ങൾ അന്വേഷിക്കാനുള്ള പൂർണ്ണ അധികാരം SFIക്കാണ്. അതുപോലെ തന്നെ ഇതിലൊന്നും വിവക്ഷിക്കപ്പെടാത്ത സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും അന്വേഷിക്കാനുള്ള, അറസ്റ്റ് ചെയ്യാനുള്ള, നടപടിയെടുക്കാനുള്ള പൂർണ്ണ അധികാരമുള്ളതാണ് SFIO. ആ SFIO അന്വേഷിച്ച് മണി ലോണ്ടറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമേ ED അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സെന്റ് ടു ദി പെറ്റീഷണർ ഓൺ 29/1/2021 അല്ല സർ. VD സതീശൻ കർണാടക ഹൈക്കോടതി ഉത്തരവ് കടമെടുക്കുകയാണ്. സർ, കർണാടക ഹൈക്കോടതി ഉത്തരവ് കടമെടുക്കുകയാണ്. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ താങ്കൾ എന്നെ ഒന്നുകിൽ പഴയ SFIക്കാരനാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ VD സതീശനാക്കും. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ ഒന്നുകിൽ പഴയ SFIക്കാരനാക്കും, ഇല്ലെങ്കിൽ VD സതീശനാക്കും. പോട്ടെ, എനിക്കതിൽ പരിഭവമില്ല. ഞാൻ ആധാരമാക്കുന്ന കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. ഈ ചർച്ചയിലല്ല, നേരത്തെ ഒരു ചർച്ചയിൽ താങ്കൾ തരാതരം പോലെ അങ്ങനെ ആക്കാറുണ്ടെന്ന് പറഞ്ഞ പോട്ടെ, അത് പോട്ടെ. ഞാൻ ഏത് ചർച്ചയിലാ താങ്കളെ താങ്കൾക്ക് പഴയ SFIക്കാരനെന്ന് പറയുന്നതിൽ നാണമില്ലെങ്കിൽ അത് എനിക്ക് ഒരു നാണമില്ല. ഇല്ല, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്തു എനിക്ക് ഒരു നാണോ അഭിമാനമേ ഉള്ളൂ. പോട്ടെ, അത് വിട്. നമ്മുടെ ചർച്ച അതല്ലോ. ഞാൻ ആധാരമാക്കുന്നത് എന്താണ്? ഞാൻ ആധാരമാക്കുന്നത് എന്താണ്? താങ്കൾക്ക് എന്റെ ചോദ്യത്തിന് നേർക്കുന്നവർ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ താങ്കൾ ഇങ്ങനെ വേലി ചാടി കിടന്ന് അങ്ങ് ബീറ്റിംഗ് അറൗണ്ട് ബുഷാവുന്നത്. സർ, ബീറ്റിംഗ് അറൗണ്ട് ബുഷാക്കുന്നത് എന്റെ ചോദ്യത്തെ താങ്കൾക്ക് നേരിടാൻ ഭയമായതുകൊണ്ടാണ്. എന്റെ ചോദ്യത്തെ നേരിടാൻ ഭയമായതുകൊണ്ടാണ് താങ്കൾ എന്തൊക്കെയോ പറഞ്ഞ് ബീറ്റിംഗ് അറൗണ്ട് ബുഷാക്കുന്നത്. ഒരു 5 നിമിഷം തരാമോ? എന്നെ ഭയക്കുന്നതല്ല സർ, എന്നെ ഭയക്കുന്നതല്ല സർ, എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത ഭയം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 നിമിഷം അങ്ങ് മിണ്ടാതിരുന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കേമനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത് ചർച്ചയിൽ. 5 നിമിഷം, ഒരു 5 നിമിഷം അങ്ങ് എന്തൊക്കെയോ പറയാതെ മിണ്ടാതിരുന്നാൽ ഞാൻ ചോദിക്കാം. ആരെയും ഭയക്കണ്ടെന്നേ സർ, ആർക്കും ഭയക്കണ്ട. ചോദ്യത്തിന്റെ മറുപടിയെ ഭയക്കാതിരുന്നാൽ മതി. ചോദ്യത്തെ ഭയക്കാതെ ഞാൻ ചോദിക്കണ്ട. കർണാടക ഹൈക്കോടതിയുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇരിക്കുന്നതെന്ന് ഹാഷ്മി എന്താ ഭീകരവാദിയാണോ? ഭീകരജീവിയാണോ? ബീഭത്സ ജീവിയാണോ? താങ്കളൊരു സുന്ദരനല്ലേ? താങ്കളെ എന്തിനാ ഞങ്ങൾ ഭയക്കണം? താങ്കളുടെ രൂപമോ ഭാവമോ ഒന്നും തന്നെ ഭയപ്പെടുത്തുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സുരേഷ്, അങ്ങ് ഈ കോൺടസ്റ്റ് ഒക്കെ വിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പോട്ടെ, ശ്രീ സുരേഷ്, ഞാൻ ആധാരമാക്കുന്നത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവാണ്, വിധിയാണ്. അതിൽ പറയുന്നു, ദ കമ്മ്യൂണിക്കേഷൻ സെന്റ് ദ പെറ്റീഷൻ ഓൺ 29/1/2021 read as follows. Sir, with a reference to the above subject, I am to state that this office has received a reference from Directorate of Enforcement Bengaluru regarding the transactions between Cochin Minerals and Rutail Limited, CMR Exalogic Solution Private Limited. സാർ, താങ്കൾ പറയുന്നത് പോലെ ED അന്വേഷണത്തിൽ ഇപ്പോൾ വരാൻ ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് EDയുടെ റെഫറൻസ് എടുക്കുന്നത്? ROC. ശ്രീ സുരേഷ്, EDക്ക് കമ്പനികാരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ED നോക്കുന്നത് എന്താണ്? കള്ളപ്പണം, ഇപ്പൊ PMLA ആണ്, മണി ലോണ്ടറിംഗ് ആണ്. എന്തിനാണ് EDയുടെ റെഫറൻസ് എടുക്കുന്നത്? അപ്പോ ഹാഷ്മി എന്ത് വിവരക്കേടാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഹാഷ്മി ഒരു പേപ്പർ തുണ്ട് എഴുതി കൊടുത്താൽ അതുപോലെ റെഫറൻസ് ആക്കും ഒരു അന്വേഷണ ഏജൻസി.
ഒരു അന്വേഷണ ഏജൻസി എന്ത് റെഫർ ചെയ്യണം, ഏത് ആധികാരികമായിട്ട് കണക്കാക്കണം, ഏത് എവിഡൻസ് എടുക്കണമെന്ന് ഹാഷ്മിയാണോ തീരുമാനിക്കുക? സാർ, എന്റെ പേപ്പർ തുണ്ട് പോലെയാണോ താങ്കൾ ഇഡിയുടെ റെഫറൻസിനെ കാണുന്നത്? വിവരം കേട്ട ചോദ്യം സാർ, ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വില കുറച്ച് കാണല്ലേ? ഒരു BJP പ്രതിനിധി ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വില കുറച്ച് കാണല്ലേ? ശ്രീ സുരേഷ്, ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് പോലെയാണോ ഇഡിയുടെ റെഫറൻസ്? ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് സാർ, ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് പോലെയാണ് ഇഡിയുടെ റെഫറൻസ്. അയ്യേ കഷ്ടം ശ്രീ സുരേഷ്, അയ്യേ കഷ്ടം ശ്രീ സുരേഷ്, അത്രേ പറയാനുള്ളൂ. അത് മനസ്സിലായി, അത് കേട്ടവർക്ക് മനസ്സിലായി. ഇഡിയുടെ റെഫറൻസിനെ ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് പോലെ കണക്കാക്കാണോ? ഇഡിയുടെ റെഫറൻസിനെ PMLA പോലെ വലിയ ഏജൻസിക്ക് സത്യം കണ്ടെത്തണമെങ്കിൽ ശരി ഓക്കെ PMLA പോലെ വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയുടെ റെഫറൻസിനെ ഹാഷ്മിയുടെ പേപ്പർ തുണ്ടായി പറയല്ലേ ശ്രീ സുരേഷ്? അത് അന്വേഷണ ഏജൻസി എഴുതി കാണിക്കലാണ്. ഒരു തുണ്ട് എഴുതി കൊടുത്താൽ പോലും അതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് അത് ശരി ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ പിന്നെ വല്ല തെറ്റുമുണ്ടോ? തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ ഇഡിക്ക് ബാധകമാവുന്ന എന്തോ കണ്ടെത്തിയിട്ട് ROCയോട് അതുകൂടി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇഡി എവിടെയെന്നെ ചോദ്യം. അതിന് മറുപടി ഇല്ല. പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ സമയമായി എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം? ഇഡിക്ക് പിണറായി വിജയന്റെ വീട്ടിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തി. അങ്ങനെയൊന്നുമില്ല. ഇന്ത്യ ഇഡിക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണോ VD സതീശന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസുകാരുടെയും വിഷയം? ഇഡിക്ക് അറിയേണ്ട കാര്യങ്ങൾ 2020 ഇഡി അറിഞ്ഞിട്ടും 2023 വരെ ഇഡി എവിടെയാണ്, ഇപ്പോഴും ഇഡി എവിടെയാണെന്ന് വളരെ ലളിതമായ ചോദ്യം ചോദിച്ചുള്ളൂ. പോട്ടെ സുരേഷ്, മറുപടി വിട്ടേക്ക്. ഓക്കെ ശ്രീ ഹസ്കർ, ഇവിടെ ആ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് കുഡ് ബി സീൻ ദാറ്റ് ദ കമ്പനി ഹാസ് ബീൻ റെഗുലർലി in bracket almost every month receiving amount from various charitable organizations, institutions, etc. Please state the name of the donor എന്ന് പറഞ്ഞ് ഈ എക്സാലോജിക്ക് CMR ൽ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ മാസവും റെഗുലറായി ഈ ചാരിറ്റബിൾ കമ്പനികളിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടേയിരുന്നു. എല്ലാ മാസവും മാസപ്പടി CMR ൽ മാത്രമായിരുന്നില്ല എന്ന് പറയുന്നതും കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. പ്രതിപക്ഷ നേതാവ് ചോദ്യത്തിലും അതുണ്ട്. മറുപടി ഉണ്ടോ ഹസ്കർ? ഹഷ്മി, മലയാളിയുടെ പൊതുബോധം എന്ന് പറയുന്നത് നരച്ച ബുദ്ധിയുടെ ഒരു ഉൽപ്പന്നമാണെന്നും ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് വേലിയേറ്റം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ വല്ലാതെ ആശ്ലേഷിച്ച് മലയാളിയെ ഇങ്ങനെ കെട്ടിയിടുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രക്രിയയിലേക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വിവാദങ്ങൾ നാളെ മറന്നുപോവുകയും അങ്ങനെ മറക്കുന്നതിനുള്ളതും മലയാളിയുടെ ഒരു സ്വഭാവമായി സൃഷ്ടിക്കുകയുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ അങ്ങ് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും അതുപോലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെയും കേന്ദ്ര ഏജൻസികൾ ഏതു തരത്തിലാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തമിഴ്നാടിനെയും പശ്ചിമഘട്ടം കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ എല്ലായിടത്തും നിങ്ങൾക്ക് മനസ്സിലാവും. 2.5 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലും കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കഴുകൻ കണ്ണുമായി വട്ടമിട്ട് പറന്നത് നാം കേട്ടതാണ്. സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഒക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊക്കെ കെട്ടുകഥകളും കേൾവി കേട്ട് മറന്നുപോയതുമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 2020 അവസാനത്തിലോ 2021 ആദ്യ ദിനങ്ങളിലോ ED എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള CMRLന്റെ ഇടപാടുകളെ സംബന്ധിച്ച് 2018-19 ഫിനാൻഷ്യൽ അസസ്മെന്റ് ഇയറിലെ രേഖകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ EDക്ക് വിവരം ലഭിക്കുകയും ED ആ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ PMLA ആക്ടിന്റെ പരിധിയിൽ ഈ കേസ് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിലും കാണുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണം നാളിതുവരെ അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം, നാളിതുവരെ ഏതെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമെന്ന് സഭയിൽ ചോദിച്ചപ്പോൾ മറുപടിയില്ല. അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം ചോദിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോൾ ഇപ്പൊ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് 2020 ED അന്വേഷണം തുടങ്ങിയെന്ന കാര്യം. ശ്രീ അസ്കർ, CPM സമ്മതിക്കോ അത്? അതെ, ഞാനത് അംഗീകരിക്കുന്നു. 2020 ED അന്വേഷിച്ചിട്ട് 4 കൊല്ലമായിട്ട് ED അത് കെട്ടിപ്പറക്കി എവിടെയെങ്കിലും വെച്ചിട്ട് കാത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ.
ED അത്തരത്തിൽ അല്ല, അതാണ് ഏതെങ്കിലും ഒരു ചോദിക്കുന്നത്. തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അത് നാടൊട്ടുക്ക് തന്നെയാണ് നടന്ന് എനിക്കും പ്രതിപക്ഷ ചോദിക്കാനുള്ളത്. സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ തെളിവുകളുടെ വെറുതെ കണികയെങ്കിലും നോട്ടീസിന് മുന്നിൽ ഉണ്ടായിരുന്നു നോട്ടീസും എങ്കിൽ അറസ്റ്റും ഒക്കെ അകത്തിടുന്ന സമയത്ത് ഇവിടെ 2020 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ഇടിക്ക് ബോധ്യപ്പെട്ടിട്ടും എന്തേ അമാന്തം എന്ന ചോദ്യം ശ്രീ അബിയാൻ അസ്കർ. അല്ല, അതൊരു വലിയ രാഷ്ട്രീയ ചോദ്യമാണെന്നേ. ഒരു തെളിവും ലഭിക്കാത്തതുകൊണ്ടാണെന്നേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇതുപോലെ അന്വേഷിച്ചതല്ലേ, ബിരിയാണി ചെമ്പ് ഇതുപോലെ അന്വേഷിച്ചതല്ലേ, ഈന്തപ്പഴക്കുരു ഇതുപോലെ അന്വേഷിച്ചതല്ലേ. ഈ അന്വേഷണങ്ങളൊന്നും തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവരെ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനം, കാര്യം CPIM-ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാബോധം സൃഷ്ടിക്കുന്നതിന് CPIM-ന് വലിയ പങ്കുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്നവരാണ് BJP. സ്വാഭാവികമായും എന്തെങ്കിലും തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവർ കേരളത്തിലെ CPIM-നെ തകർക്കുന്നതിനു വേണ്ടി ആ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് CPIM-ന്റെ നേതാക്കന്മാർക്ക് പിന്നാലെ പറന്നടുക്കുമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ. തെളിവുകളില്ല, ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ വരുന്നത്. പിന്നെ അങ്ങ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ആനുവൽ മെയിൻ്റെനൻസ് ആണ് പ്രധാനമായും എക്സാലോജിക് ചെയ്തു വരുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പല കമ്പനികളുമായി അവർക്ക് കരാറുകൾ ഉണ്ടാവും, പല കമ്പനികളുമായി അവർ സേവനം നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ഏതെങ്കിലും ജനകീയ സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ എക്സാലോജിക്കിന് ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും ജനകീയ സ്ഥാപനങ്ങൾക്കോ അത്തരത്തിൽ മാസപ്പടി വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇളവ് നൽകിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് CPM പറയാൻ കഴിയുമോ, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? നികുതി ഇളവിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നികുതി ഇളവ് നൽകുന്നതിന്റെ പരിമിതിയുണ്ട് എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന എങ്കിൽ ഉറപ്പിച്ച് മറുപടി പറയണം. GST ആണ് നമുക്ക് എങ്കിൽ ഇപ്പൊ കോടതിയിലേക്ക് ഒന്നും പോകണ്ട. ഇപ്പോ ഒരു ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ BN അസ്കർ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ പറയുകയാണ് 135 കോടിയിലെ മേജർ ഷെയറും വാങ്ങിയ നേതാവ് പിണറായി വിജയനാണെന്ന് പറയാതെ പറയുകയാണ്. അതിനെതിരെ ഒരു മാനനഷ്ടം നമ്മുടെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നില്ല, ഒരു കോടതിയിലേക്ക് പോകുന്നില്ല. PV എന്ന് പറയുന്ന പേര് പിണറായി വിജയനാണെന്ന് അതിൽ നക്ഷത്രം പോലെ എഴുതി വെക്കുന്നു. ഒരു മാനനഷ്ടവും ഉണ്ടാകുന്നില്ല, കോടതിയിലേക്ക് പോകുന്നില്ല. ആ പ്രൊമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണ വിജയൻ ഇത്തരത്തിൽ ചെയ്യാത്ത പണിക്ക് പണം കൊടുത്തു പച്ച നക്ഷത്രം പോലെ എഴുതി വെക്കുന്നു. എന്നിട്ടും ഒരു മാനനഷ്ടവുമില്ല, കോടതിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിനെങ്കിലും കോടതിയിലേക്ക് പോയില്ലെങ്കിൽ മറുപടി പറയണം. ഒരു നികുതികളവും നൽകിയിട്ടില്ല എന്നെങ്കിലും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട ആരെങ്കിലുമോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് മറുപടി കൃത്യമായി പ്രതിപക്ഷ നേതാവിന് കൊടുക്കണ്ടേ ശ്രീ BN അസ്കർ? അശ്മി, ഇതുപോലൊരു ചോദ്യം 80കളുടെ അവസാനത്തിലാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ആ ചോദ്യം എന്ന് പറയുന്നത് അന്ന് AK ആന്റണിയും സഖാവ് EMS-ഉം തമ്മിലായിരുന്നു. ചോദ്യങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേരളം കേട്ടത്. അതിൻ്റെ ഒരു ആശയ വ്യക്തതയുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു. കേരളത്തിൻ്റെ പൊതുബോധത്തെ വല്ലാതെ ഇളക്കിമറിക്കുകയും ബൗദ്ധികമായി വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു. ഇന്ന് ശ്രീ VD സതീഷിൻ്റെതായ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബാലിശമായ ചോദ്യങ്ങളാണ്. ഒന്നാമത് ആ ചോദ്യത്തിന്റെ ഒരു അപകടം പിടിച്ച എന്താണ് ബാലിശമായ ചോദ്യം? ആ ബാലിശമായ ചോദ്യം പോട്ടെ. ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ലല്ലോ, അതൊരു കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഒരു ബോർഡാണ്. അതിൽ പറയുകയാണ് കേട്ടോ, എന്താണ് the claim of the assessee should also seen in the background of other claims that they have to make payments to politicians. Miss Veena T is a daughter of a prominent politician to whom other payments have been made as per assessee's own admission. എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ചയിൽ പറയുകയാണ്, ഈ പറയുന്ന പേയ്മെന്റിൽ മേജർ ചങ്ക് പോയ നേതാവ് ഈ പ്രൊമിനന്റ് നേതാവാണെന്ന് പറയുകയാണ്. ഒരു മാനനഷ്ടവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ടതില്ലേ? ഒരു മാനനഷ്ടവും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടാവേണ്ടതില്ലേ? ഒരു കോടതിയിലേക്കും ഈ നിരീക്ഷണം മാറ്റണം എന്നാവശ്യപ്പെട്ട് പോകേണ്ടതില്ല എന്നാണോ ഹസ്കർ പറയുന്നത്? വീണയും എക്സാലോജിക്കും വിട്ടേക്കോ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ടമില്ലേ? അല്ലെങ്കിൽ BN അസ്കർ? ഹഷ്മി, നമുക്കറിയാം ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ അത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ എന്ന് പറയുന്നത് ഏകപക്ഷീയവും സ്വാഭാവിക നീതിയുടെ ലംഘനപരമായിട്ടുള്ള ഒരു വിധിപ്പകർപ്പാണ്. ആ വിധിപ്പകർപ്പ് അപ്പീലബിളും അല്ല. ഏതെങ്കിലും ഒരു സ്ഥാപനം തൻ്റെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിട്ടുള്ള നികുതി വെട്ടിപ്പിനെ സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ കൊടുത്താൽ അതിന്മേൽ വരുന്ന വിധികൾക്ക്
അതിനെ ആശ്രയിക്കുന്ന ആളുകളെ മുഴുവൻ അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ മാനനഷ്ടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ സംശയം. ഇല്ല സർ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരൻ എന്ന് പറയുകയാണ്. നിങ്ങൾ 133 സാർ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരൻ എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ആരോപണമല്ല, രേഖാമൂലം എഴുതി വെച്ചിരിക്കുകയാണ്. 135 കോടിയിൽ മേജർ ചങ്ക് പോയ നേതാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആണ്. മുഖ്യമന്ത്രി ആൾ കൊടുത്ത പണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വാങ്ങിയെന്നല്ലേ അർത്ഥം? മാനനഷ്ടം ഉണ്ടാവേണ്ടതില്ലേ മുഖ്യമന്ത്രിക്ക്? ഹാഷ്മി അതിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് 133.28 കോടി രൂപ നൽകിയിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ടാലിയുടെ ഡ്യുവൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ കർത്തയുടെ ഡയറി ഉണ്ട്. ഇത് രണ്ടും നാളിതുവരെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ആ പേരുകൾ ആരും വന്നിട്ടില്ലെന്നേ. ഇത് ഇനിയും പുറത്തു വരാത്ത നിരവധി പേരുകളുണ്ട്. ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കരുത് ആ വിധിപ്പകർപ്പ്. ആ വിധിപ്പകർപ്പിൽ മുഴുവൻ ആളുകളുടെയും സാറിന്റെ ചോദ്യം ഒന്നുമല്ല, അതൊക്കെ അവരോട് ചോദിക്കാം. അതൊക്കെ ഓസിയോട് ചോദിക്കാൻ കഴിയില്ല. അതൊക്കെ RC-യോടും KK-യോടും ഐക്യോടും ഒക്കെ ചോദിക്കാം. ദാ പറയുന്നു, ദ അസസി ഈസ് കൺസീലിംഗ് ഫ്രം ദ കമ്മീഷൻ ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ പൊളിറ്റിക്കൽ ലീഡർ whose initials are explained and to whom major payments have been made. എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ അസ്കർ? ഈ പറയുന്ന ശതകോടികൾ, നൂറുകണക്കിന് കോടികളിൽ മേജർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ചെയ്ത നേതാവാണെന്ന് പറയുകയാണ്. പിണറായി വിജയൻ കോടികൾ കൈക്കൂലി വാങ്ങിയെന്ന് പറയുകയാണ് ആ ബോർഡ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഉണ്ടാവണ്ടേ? ഈ നശിച്ച പരാമർശം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോടതിയിൽ പോകണ്ടേ നമുക്ക് അസ്കർ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്? ഹാഷ്മി CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ ഓരോ പ്രവർത്തകരും സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി വിജയൻ ആരാണെന്നുള്ളതിന്റെ തികഞ്ഞ ബോധമുള്ളവരാണ്. സർ, CPM-മാരെ ബോധ്യപ്പെടുന്ന കാര്യമല്ല പറയുന്നത്. CPM അണികളെ ബോധ്യപ്പെടുന്ന കാര്യമല്ല പറയുന്നത്. കേരളത്തിന്റെ CPM-ന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കരിമണൽ മുതലാളിയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന ഒരു നികുതി വകുപ്പ് ബോർഡ് ഇപ്പോഴും കിടക്കുകയാണ്. ആ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നാളിതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ സർക്കാരോ എങ്ങോട്ടും പോയിട്ടില്ല. എന്തേ? അത്തരത്തിലൊരു വിധി പരാമർശത്തിന്റെ പേരിൽ, അതൊരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി പരാമർശത്തിന്റെ പേരിൽ, ഒരു കോസി ജുഡീഷ്യൽ ഫോറത്തിന്റെ വിധി പരാമർശത്തിന്റെ പേരിൽ അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ചന്ദ്രനെ നോക്കി ഏതൊക്കെ നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. അപ്പോൾ ആ നായുടെ കുരവിളികൾ, അത്തരത്തിൽ കുരയ്ക്കുന്ന നായ്കൾക്ക് പിന്നാലെ പായേണ്ട കാര്യമുണ്ടോ? ഇത് അത്തരത്തിൽ കണ്ടാൽ മതി. അതിനർഹിക്കുന്ന പ്രാധാന്യമേ CPM നൽകുന്നുള്ളൂ. അതിനർഹിക്കുന്ന പ്രാധാന്യമേ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ നൽകുന്നുള്ളൂ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഇത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തർക്കപരിഹാര ട്രിബ്യൂണലായ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, താങ്കൾ തന്നെ പറഞ്ഞ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന, കൈക്കൂലി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന ഒരു പരാമർശമാണ്. ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ളത് എനിക്കത് ഗുരുതര പരാമർശമാണ്. കാര്യം എൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പോകേണ്ടത് എൻ്റെ കൂടിയും മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. അത് ചെയ്യുന്നില്ല എന്നായിരുന്നു ചോദ്യം. പോട്ടെ, അത് ഏതെങ്കിലും തെരുവിൽ കുഴക്കുന്ന നായ കുരയ്ക്കുന്ന പോലാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ആനന്ദ് കൊച്ചുകൂടി 2019 റെയ്ഡ് നടന്നതാണ്. 2019 ആദായ നികുതി വകുപ്പിൻ ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ NBFC ഉണ്ടല്ലോ, എംപവർ ഇന്ത്യയിൽ നിന്ന് എക്സാലോജിക്കിന് കിട്ടിയ വായ്പകളുടെ വിവരം കിട്ടാൻ ഷോൺ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയപ്പോഴേക്കും SFIയുടെ ഒക്കെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എംപവർ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ രേഖകളടക്കം എല്ലാം കൃത്യമായ പണമുണ്ട്. അതടക്കം 2019 2020 കാലയളവിൽ തന്നെ അറിയാം. 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. സാധാരണഗതിയിൽ പുറത്തേക്ക് വരാനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. പത്രവാർത്ത ജോമി തോമസിന്റെ ബൈലയം വരെ എന്തുകൊണ്ടാകാം അത് മണ്ണിനടിയിൽ കിടന്നത്? ആനന്ദ് കൊച്ചുകൂടി. അല്ല, ഇവിടെ ശ്രീ ഹസ്കർ തന്നെ അതിൻ്റെ കാരണങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ED അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 4-5 വർഷമായിട്ടും ഒന്നും പുറത്തേക്ക് വരാത്തത്? അത് ആ അന്വേഷണത്തിൻ്റെ കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ അതിശയിക്കുകയാണ്. ഇത് പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ED അങ്ങനെ ഒരു കേസിൽ അടയിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി, 5 വർഷം, 2019 ശേഷം ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഷോൺ ജോർജിന് കുറേ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ രേഖകൾ ബാംഗ്ലൂരിൽ ഈ എക്സാലോജിക്കിന് വേണ്ടി, വീണ വിജയന് വേണ്ടി ഒരു ഹർജി ഫയൽ ചെയ്യുക വഴി, കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുക വഴി ഈ രേഖകൾ കുറേ പുറത്തു വരികയാണ്, മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെയോ കുഴൽനാടിൻ്റെയോ ഒക്കെ കയ്യിലുണ്ടായിരുന്ന, അവരെയൊക്കെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം ഈ വിധിയിൽ കൂടി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ED എന്തുകൊണ്ട്, നേരത്തെ ഇവിടെ സുരേഷും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ EDയുടെ ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ,
ഇപ്പോൾ BJPയുടെ തന്നെ മറ്റു പല നേതാക്കളോട് നമ്മൾ അൺഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതാണ്. അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ CPM അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇവിടെ UDF ദുർബലമാകും. UDF ദുർബലമാകുമ്പോൾ ആദ്യം പ്രതിപക്ഷ കക്ഷിയായിട്ട് വരിക, അതിനുശേഷം പിന്നെ CPM-നെ ടേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു ബംഗാളിലെ പോലെയുള്ള, അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂലിനെതിരെ എങ്ങനെയാണ് അവർ പ്രധാന പ്രതിപക്ഷ കക്ഷിയായത്, അതുപോലെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം BJP ഇവിടെ കളിക്കുന്നത്. മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അവർ എപ്പോഴും വലിയ പത്രസമ്മേളനങ്ങളൊക്കെ വിളിക്കുന്നതാണ്. പക്ഷേ ഹാഷ്മി പറഞ്ഞതുപോലെ ജോമി തോമസിന്റെ ഓഗസ്റ്റ് 8-നുള്ള ആ മനോരമയിലെ ആ വാർത്തയും ബൈലൈനും വരുന്നത് വരെ ഇവരാരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇത് അതിനും ശേഷം ഇപ്പം ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ വിധി വരുന്നത് വരെ മറ്റ് പല കാര്യങ്ങളും ED അന്വേഷണം ഇതിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ED ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു എന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഇപ്പം ഈ കർത്തയുടെ കമ്പനിയും മുഖ്യമന്ത്രിയും മാത്രമായിട്ടല്ല ഇവിടെ ക്വിഡ് പ്രോക്കോ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അന്തർധാര ഇവിടെ പലതരത്തിൽ സജീവമാണ്. BJP-യും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ VD സതീശന്റെ ഒരു പത്രസമ്മേളനത്തിൽ കൂടി അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം ഇതുവരെ ഇവിടെ മാധ്യമങ്ങളെല്ലാം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം, ഇവിടുത്തെ കേരളത്തിലെ UDF ഈ കാര്യത്തിൽ ഇടപെടാത്തത്, അല്ലെങ്കിൽ ഇതിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പോലും പറയുന്ന അങ്ങനെ പോലും ഒരു ആവശ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? കർത്തയുടെ ഡയറിയിൽ, അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇതിൽ OC-യും RC-യും അതിൽ നമുക്കറിയാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ വന്ന SFIയുടെയും അതിന്റെ രേഖകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇൻകം ടാക്സിന്റെ PCIT റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്ര രൂപ കൊടുത്തു എന്നുള്ള വിവരം അവരുണ്ട്. അതങ്ങ് പുറത്തുവിട്ടാൽ മതി. അത് പൗരസമൂഹം അറിയട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എത്ര രൂപ വാങ്ങുന്നത് കൃത്യമായി അറിയാം. അത് പുറത്തുവിടില്ല കേട്ടോ, അത് പുറത്തുവിടില്ല. അത് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇവിടെ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവർ പൊളിറ്റിക്കൽ സാങ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ EDക്ക് പൊളിറ്റിക്കൽ സാങ്ഷൻ കിട്ടണം. അവര് ഇതുപോലെയുള്ള ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ തമിഴ്നാട്ടിലെയും മറ്റ് പ്രമുഖ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ മന്ത്രിമാരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഇവിടെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നോട്ടീസ് കൊടുക്കാനോ ഒക്കെ പറ്റുമെങ്കിൽ ഇവിടെ ലൈഫ് മിഷൻ കേസിൽ പോലും മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ വട്ടമിട്ട് പറക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ഈ 2019, 2021 ഒക്കെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസായിരുന്നു വലിയ ചർച്ച. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സ്വർണ്ണക്കടത്ത് കേസ് ചർച്ച ചെയ്യുന്നു. അപ്പോൾ സ്വപ്ന സുരേഷ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പുസ്തകത്തിൽ ഇപ്പോൾ ഹാഷ്മി ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അഭിമാന പ്രശ്നമൊന്നുമില്ലേ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ട് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കാത്തത്? സ്വപ്ന സുരേഷ് എന്തൊക്കെയാണ് അന്ന് വിളിച്ചു പറഞ്ഞത്? അതുപോലെ വ്യക്തി എന്ന് പറയാമല്ലോ, അതൊരു വ്യക്തിയാണെന്ന് പറയാം. അന്ന് എന്താണ് പിന്നീട് ഗോഡ്സെ ആരാധകനായ ഒരു വക്കീലുണ്ട്, ആ വക്കീൽ കൂടെ ഉണ്ടായിരുന്നു പറയാം. രാഷ്ട്രീയമാണെന്ന് പറയും. ഇത് രാഷ്ട്രീയമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇത് ഒരു അംഗീകൃത അന്വേഷണ ഏജൻസി, ക്വാസി ജുഡീഷ്യൽ ബോഡി എഴുതി വെച്ചിരിക്കുന്ന കണ്ടെത്തലാണ്. ഇത് കണ്ടെത്തലാണ്, ഇതിന് തെളിവുണ്ട്, ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. ഇതിന് കൃത്യമായിട്ട് വേണമെങ്കിൽ ഇവിടെ അറസ്റ്റുകൾ നടക്കാം. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഈ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഇതിലുള്ള ക്വിഡ് പ്രോക്കോ എന്താണ് തിരിച്ചു കൊടുത്തത്? തോട്ടപ്പള്ളിയിൽ കോടിക്കണക്കിന് ഇലുമിനേറ്റ് കർത്തയുടെ കമ്പനിക്ക് കിട്ടിയെന്ന് വരെയുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കാതെ അവിടെ ഇരിക്കുകയാണ്. UDF ഇന്ന് സതീശൻ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജനകീയ ഒരു പ്രതിരോധം ഇവിടെ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കേണ്ടതാണ്. കാരണം ഇവിടെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി അഴിമതി നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി വഴി കർത്തയുടെ കമ്പനിക്ക് മാത്രമല്ല മറ്റ് പല ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനും അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ എന്തിനാണ് ഈ വീണ വിജയന്റെ കമ്പനിക്ക് മാത്രം സേവനമൊന്നും ചെയ്യാതെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കർത്തയുടെ കമ്പനിക്ക് സേവനമൊന്നും കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴും മറ്റ് കമ്പനികൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി വ്യക്തമാകണം. നികുതി ഇളവില്ല എന്ന് പറഞ്ഞാൽ മതി, അത് വ്യക്തമാകും. പക്ഷെ പറയണോ, അത് 2012
എത്രയാണ് 77 കോടിയുടെ പടുകുഴിയിൽ കിടന്ന CMRL 2022 ആകുമ്പോഴേക്കും 140 ചില്ലുവാനം കോടിയിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ഒരു ലാഭകഥ കൂടി എന്ന് ഷോൺ പറയുന്നുണ്ട്. ജിൻഡോ ജോൺ, ശ്രീ സുരേഷ് പറഞ്ഞ ആ യുക്തികളുടെ മറുപടി എന്താണ്? അതായത് 2019, 2020, 2021 ഇവിടെ മോദി സർക്കാർ തന്നെയാണ്, 2023, 2024 മോദി സർക്കാർ തന്നെയാണ്. അപ്പോൾ 2019, 2020 ED അന്വേഷണം ഏതോ കാരണത്താൽ പൂഴ്ത്തിയെങ്കിൽ അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് SFI അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജിൻഡോ? അല്ല ഹാഷ്മി, എനിക്ക് വല്ലാത്ത സങ്കടമാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. 3 വർഷക്കാലമായിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ED അന്വേഷണം ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി പറയാതെ എക്സാലോജിക്കെന്നോ വീണ വിജയനെന്നോ പിണറായി വിജയനെന്നോ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ അദ്ദേഹം മുഴുവൻ സമയവും സംസാരിക്കാൻ ശ്രദ്ധിച്ചത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായും പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ട് ED അന്വേഷണം തുടങ്ങിയിട്ട് നാളിതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല? ROC അന്വേഷണ റിപ്പോർട്ടിൽ പോലും EDയോ CBIയോ അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞിട്ട് പോലും ED അന്വേഷണത്തെക്കുറിച്ച് BJP നേതാക്കന്മാരോ CPM നേതാക്കന്മാരോ നാളിതുവരെ പറഞ്ഞില്ല. എന്തുകൊണ്ട് EDയുടെ അന്വേഷണം വന്നില്ല? ഇനി താങ്കളോട് ഒരു കാര്യം കൂടി അതിനോട് കൂടി ചോദിക്കാൻ, ഷിബു സോറൻ എന്തിന്റെ പേരിൽ അറസ്റ്റ് ആയത്? DK ശിവകുമാർ, മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും നിങ്ങൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് കേരളത്തിലെ തോമസ് ഐസക്കിനെതിരെ വരെ നിരന്തരം നോട്ടീസ് അയക്കുന്ന ED എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളുടെയും മകളുടെ കമ്പനിക്കെതിരെയുമുള്ള അന്വേഷണത്തിൽ നാളിതുവരെ ഒരു തുടർ നടപടി സ്വീകരിച്ച നടപടിയെക്കുറിച്ച് മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ? നിങ്ങൾ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നിരന്തരം വീമ്പിളക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയണ്ടേ? നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നു. അതിനപ്പുറത്തേക്ക് അന്വേഷണം മുമ്പോട്ട് പോയോ? എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടികളൊക്കെ U-turn എടുക്കുന്നത് എന്നുള്ള മറുപടി പറയാൻ BJPയുടെ പ്രതിനിധി ബാധ്യസ്ഥനാണ്. ഇനി ഹസ്കറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കൾ പറയുന്നത് CPMന്റെ ദിശാബോധം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദിശാബോധം നൽകുന്നത് CPM ആയതുകൊണ്ടാണോ തോമസ് ഐസക്കിനെതിരെ വരെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന നോട്ടീസ് അയക്കുന്ന ED വീണ വിജയനെതിരെ അന്വേഷണത്തിന് മുതിരാതിരിക്കുന്നത്? താങ്കൾ എന്താ പറയുന്നത്? താങ്കൾ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ED അന്വേഷണം നടന്നു, അതൊരു വാസ്തവമാണ്. എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സാക്ഷിയാക്കി പറഞ്ഞത് പൊരിഞ്ഞ കള്ളമല്ലേ? ആ കള്ളം തിരുത്താൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് താങ്കൾ പറയോ? താങ്കൾ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാൻ വന്ന ആളല്ലേ? CPMന്റെ അകത്ത് ആരെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പറയണ്ടേ? മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയില്ലേ? ഇനി താങ്കൾ പറയുന്നത് അന്വേഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അന്വേഷണത്തെ കുറിച്ച് ED മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ED അന്വേഷണത്തെ കുറിച്ച് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ED അന്വേഷണത്തെ കുറിച്ച് അറിയില്ലാത്ത രീതിയിലല്ലേ പെരുമാറിയത്? ആ രീതിയിലല്ലേ മറുപടി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ കൈകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാവും പരിശുദ്ധമായിരിക്കണം, മനസ്സും പരിശുദ്ധമാക്കണം. നാവ് സാനിറ്റൈസ് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുന്നത്. എത്രത്തോളം പച്ച നുണകളാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പറയുന്നത്. എന്നിട്ട് പറയാം CPMന് ബോധ്യപ്പെട്ടു. CPMനല്ല ബോധ്യപ്പെടേണ്ടത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത്. കാരണം വീണ വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന, നികുതി പണത്തിൽ നിന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ്. ഈ മന്ത്രി വസതികളിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവർ നാളിതുവരെ അവരുടെ ഡിഫൻസ് പറയാൻ വരാത്തത്? CPMന്റെ ഉന്നത നേതാക്കന്മാരും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അല്ലേ അന്വേഷിക്കാൻ വരുന്നത്? കേന്ദ്ര കമ്മിറ്റിയും CPMന്റെ പോളിറ്റ് ബ്യൂറോ പോലും ഒരു കരാറിലും പോകരുത് എന്ന് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയ ജയ്ക്ക് ബാലകുമാറിന്റെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായിട്ട് അപ്രഖ്യാപിത കരാർ CMRLന്റെ ആ കുറിപ്പിൽ വീഡിയോയുടെ പേരില്ല. ജിൻഡോ, CMRLന്റെ ആ കുറിപ്പിൽ വീഡിയോയുടെ പേരില്ല. അതുകൊണ്ട് വീഡിയോക്ക് 5 ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പല നേതാക്കളുടെ പേര് അക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഈ പറയുന്ന SFIO അന്വേഷണം 1.25 കോടി, ഇപ്പോ സഹാറ കേസ് അന്വേഷിച്ച SFIOയ്ക്ക് 1.25 കോടി ഒരു തുകയല്ല, അന്വേഷിക്കുന്ന 135 കോടിയാണ്. നിങ്ങളുടെ അടക്കം നേതാക്കൾ എന്തിനു വേണ്ടി പണം വാങ്ങി? കരിമണൽ കർത്ത 2012 നിന്ന് 77 കോടി രൂപ നഷ്ടത്തിൽ നിന്നും 2022 144 കോടി ലാഭത്തിലേക്കും ഉയരുന്നതിന്റെ പങ്കുകാരുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട് കേട്ടോ ജിൻഡോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും കരിമണൽ കർത്തായുടെ പങ്കുപണം കൈപ്പറ്റിയവരാണ് അല്ലേ? ഹാഷ്മി,
അല്ല ഹാഷ്മി, അതിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അതിനകത്ത് കാരണം എന്താ അറിയോ, കേരളത്തിൽ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന നേതാക്കന്മാരുടെ പേര് അതിൽ പരാമർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു അഭിപ്രായം CPM-നോ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കോ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്തില്ലേ? ഞങ്ങൾ ഏതെങ്കിലും കോടതി വരാണ്ട കയറി ഇറങ്ങിയിട്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയോ? SFI-യോ അല്ലെങ്കിൽ ED അന്വേഷണവും വരട്ടെ. സമൂഹത്തിന്റെ മുൻപിൽ ഇത് തിരികട്ടെ. ഞങ്ങൾ പണം വാങ്ങിയെന്ന് സ്റ്റാൻഡ് പറയുകയാണ്. ഞങ്ങൾ പണം വാങ്ങിയത് ഏത് പണമാണ് വാങ്ങിയത്? ഇവിടെ അവർ ചെയ്യുന്ന പണി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണിയായതുകൊണ്ട് നാട്ടുകാരുടെ ശല്യം ഒഴിവാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ പണമാണ് വാങ്ങിയത്. തീരദേശ ജനതയെ ഒറ്റിയതിന്റെ പങ്കുപണമാണ് നിങ്ങളുടെ നേതാക്കളും വാങ്ങിയത്. ജിൻഡോ, അല്ല, അതിന് എങ്ങനെയാ പറയാം? കേരളത്തിലെ മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ നിന്നോ സാധാരണക്കാരിൽ നിന്നോ തൊഴിലാളികളിൽ നിന്നോ ഒക്കെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? സംഭാവനകളിലൂടെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഇല്ലീഗലായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ടാണ് വാങ്ങിയതെങ്കിൽ അത് അന്വേഷിക്കണ്ടേ? ഈ പറഞ്ഞ കാലഘട്ടം ആരുടെ കാലഘട്ടം? ഈ പറഞ്ഞ കാലഘട്ടം കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടമാണ്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടന്ന ഇത്തരം ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ബോധ്യം ഇവർക്കില്ലേ? ചെയ്യേണ്ട ഇവർക്കല്ലേ അതിന്റെ ബാധ്യത. നിങ്ങളുടെ നേതാക്കളുടെ കാര്യം ചോദിക്കുക, മാധ്യമങ്ങളുടെ കാര്യം എടുത്തിട്ടുന്നത് എന്തെങ്കിലും ദുഷ്ടലക്ഷ്യത്തോടെയാണെങ്കിൽ എന്റെ സ്ഥാപനം ആ കൂട്ടത്തിലില്ല, ഞാൻ ആ കൂട്ടത്തിലില്ല കേട്ടോ ജിൻഡോ. അല്ല പറഞ്ഞാണ് ഞാൻ. അല്ല ഹാഷ്മി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, മുഴുവൻ ആളുകളും. അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ഇതിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ. ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ കേരള ഹൈക്കോടതിയിലോ കർണാടക ഹൈക്കോടതിയിലോ കാനഡയിലെ കോടതിയിലോ ഒന്നും പോയിട്ടില്ലല്ലോ തടസ്സപ്പെടുത്താൻ. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. അല്ലാതെ ഇതിനൊക്കെ തടസ്സപ്പെടുത്താൻ പോകുന്നത് മടിയിൽ കനമില്ലാത്തവരല്ലേ, കൈ ശുദ്ധമാണെന്ന് പറയുന്നവരല്ലേ തടസ്സപ്പെടുത്താൻ പോകുന്നത്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറയുന്ന കേരളത്തിലാണ് നിരന്തരം ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട്, ഇത്തരം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു അഭിപ്രായം പറയാൻ ഒരിക്കൽ പോലും മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നാത്ത ഒരു പാർട്ടിയാണ് CPM. അതിന് ഒത്താശ പാടുകയാണ് BJP-യുടെ നേതാവ് ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് എന്താ? പിണറായി വിജയൻ ഒരു വാക്ക് പറയുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ആക്ഷേപിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം BJP-ക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് അവർ മിണ്ടാതിരുന്നു? സുരേഷ് അങ്ങനെ പറയോ എന്ന് പറഞ്ഞാൽ ഈ 3 വർഷത്തെ ED-യുടെ മൗനം എന്തിനായിരുന്നു എന്നതിന്റെ ആഡോണായി ജിൻഡോ ചോദിക്കുന്നത്. ശരി, ROC അന്വേഷണം വന്നു, ബംഗളൂരു ROC പറഞ്ഞു ഇത് ED അന്വേഷിക്കേണ്ട കേസാണെന്ന് പറയുകയാണ്, എന്നിട്ടും ED-ക്ക് മുണ്ടാട്ടമില്ല. ശ്രീ ഹാഷ്മി, ഞാനൊന്ന് ശാന്തമായിട്ട് പറയാനുള്ള അവസരം ഉണ്ടാക്കി തരണേ. എനിക്ക് ശ്രീ ജിൻഡോയോട് ചോദിക്കാനുള്ളത്, ജിൻഡോ, ഈ എക്സാലോജി കമ്പനി ഇരിക്കുന്നത് എവിടെയാ? നിങ്ങളുടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കർണാടകയിലാണ്. CBI അന്വേഷണം കോൺഗ്രസിന് അത്ര ആവശ്യമാണെങ്കിൽ VD സതീശനെയും ജിൻഡോയെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ സിദ്ധരാമയ്യയ്ക്ക് എഴുത്, ഈ എക്സാലോജി കമ്പനിയുടെ ഈ അഴിമതിയെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് കർണാടക സർക്കാർ, കോൺഗ്രസിൻ്റെ കർണാടക സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടം, ആർജവം കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ? VD സതീശന് അല്ല അങ്ങനെ ഇടപെടണ്ട. ആ പണി വേണ്ട ജിൻഡോ, ആ പണി വേണ്ട. ഇത്രയും ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഊഴം കഴിയട്ടെ. ഞാൻ ഇവിടുത്തെ കേരളത്തിലെ അടിമുടി കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് CBI അന്വേഷണം ഈ കേസിൽ നടത്തണം, പിണറായി വിജയന്റെ മകൾക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾക്കറിയാലോ, ഒരു CBI അന്വേഷണം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഹൈക്കോടതി ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് നടന്ന സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. അതുപോലെ കർണാടക സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെടാൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ്, നിങ്ങളുടെ വേണുഗോപാലിനോട് പറഞ്ഞ് VD സതീശന് ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ 5 ചോദ്യങ്ങളുമായിട്ട് OC എന്ന നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ ചെന്നിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടം VD സതീശനുണ്ടോ? RC എന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടം VD സതീശനുണ്ടോ? KK എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? KKയും OCയും RCയും PVയും
വീണാ വിജയനും എല്ലാം കൂടെ ചേർന്ന് ഒക്കച്ചങ്ങായിമാരായിട്ട് ഈ കേരളത്തിലെ തീരദേശം തീരെഴുതിയിട്ട് നാണവും മാനവും ഇല്ലാതെ 5 ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നേരെ ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകളല്ലാതെ എന്താണ് പറയേണ്ടത്? ജിൻഡോ ജോൺ, ഞാൻ ചോദിക്കട്ടെ, ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താമോ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരനെ ഇന്ത്യ മുന്നണിയിൽ വെച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിച്ച് കൈ ഉയർത്തി കാണിച്ചത് ഇതേ കർണാടകയിൽ വെച്ചല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ പിണറായി വിജയനെതിരെ ഇതൊക്കെ പറയാൻ? നിങ്ങൾ ഒരു മുന്നണിയല്ലേ, അഴിമതിയുടെ മുന്നണിയല്ലേ? പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ചേർന്ന മുന്നണിയല്ലേ? ഞാൻ അവിടെ നിർത്തുന്നു നിങ്ങൾക്കെതിരെയുള്ളത്. ഇനി അപ്പുറത്ത് ബഹുമാന്യനായിട്ടുള്ള ശ്രീ ഹസ്കർ ഇരിക്കുന്നു. ഈ ഹസ്കർ ഇന്നിരിക്കുന്നു. ഇന്നലകളിൽ ഇത് ന്യായീകരണത്തിനായിട്ട് വന്നത് CPM-ന്റെ നേതാക്കന്മാരാ. എന്തുകൊണ്ടാണ് ഇന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് പകൽ വെളിച്ചത്തിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഈ വീണാ വിജയനെ ന്യായീകരിക്കാനുള്ള തൻ്റെ ഇടം പോയത്? എന്തുകൊണ്ടാ? ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് വീണാ വിജയനെതിരെ കേസെടുത്തത് എന്ന ആരോപണം കേരളത്തിലെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. വീണാ വിജയൻ പ്രതിസന്ധിയിലായിരിക്കുന്നു. വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു. വീണാ വിജയന്റെ അടിവേര് മുഴുവൻ, പിണറായി കുടുംബത്തിന്റെ അടിവേര് മുഴുവൻ തോണ്ടുന്ന രീതിയിലുള്ള അന്വേഷണം എല്ലാ മേഖലകളിലൂടെയും എല്ലാ പഴുതുകളും അടച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭയചകിതരായി വിറച്ച് വിയർത്തിരിക്കുന്ന CPM-ന് ഇന്ന് വീണാ വിജയന് വേണ്ടി ന്യായീകരണ തൊഴിലാളിയാകാൻ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്റെ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കരുത്ത് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഹസ്കറിനെ പോലെയുള്ള ആൾക്കാരെ ഇന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി വിളിക്കേണ്ട ഗതികേട് താങ്കളെ പോലെയുള്ള വ്യക്തികൾക്കുണ്ടായിരിക്കുന്നു. സുരേഷ്, താങ്കൾ പറഞ്ഞ തീരദേശ വഞ്ചന, താങ്കൾ പറഞ്ഞ തീരദേശ വഞ്ചന നടത്തിയ കമ്പനിയുടെ പേരെന്താണ്? CMR അല്ലേ? താങ്കൾ പറഞ്ഞ തീരദേശ വഞ്ചന നടത്തിയ കൈക്കൂലിയെടുത്ത കമ്പനിയുടെ പേരെന്താണ്? CMR അല്ലേ? CMR ഉടമസ്ഥന്റെ പേരെന്താണ്? ശശിധരൻ കർത്ത. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരെന്താണ്? N അജിത് കർത്ത. അദ്ദേഹം ആരാണ്? നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘിന്റെ സംസ്ഥാന അധ്യക്ഷൻ. RSSന്റെ വ്യാപാരി വ്യവസായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ പറയുന്ന എന്താണ് മാസപ്പടി കേസിൽ CMR-ന് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കാൻ വീണാ വിജയന് പ്രതിരോധം ഒരുക്കി വന്ന ഒരേ ഒരാൾ N അജിത് കർത്തയാണ്. അജിത് കർത്ത RSSന്റെ BJPയുടെ RSSന്റെ വ്യാപാരി വ്യവസായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേട്ടോ. ശ്രീ സുരേഷ്, എല്ലാവർക്കും എല്ലായിടത്തും കണക്ഷൻസ് ഉണ്ട്. വ്യാപാരി സംഘ്. ഇനി വേറൊന്ന് ഞാൻ ഹസ്കറിനോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. തെരുവ് നായി കുരച്ചു കഴിഞ്ഞാൽ എന്തിനാ ഈ ബഹളം? അത് കണ്ട് പ്രകോപിതനാകുന്ന പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞ എൻ്റെ ഹസ്കറെ, എന്തിനാ നിങ്ങളുടെ സഖാവ് പിണറായി വിജയന്റെ മകൾ അങ്ങ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയിട്ട് ഇത്രയും വലിയ പൊല്ലാപ്പൊക്കെ പിടിച്ചത് എന്തിനാ? നിങ്ങളുടെ KSIDC എന്താ ഈ തെരുവുനായെ കണ്ട് ഭയന്ന് ഇങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ഈ അടിയേറ്റ് വീണിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഇന്ന് ഈ 2 ഹൈക്കോടതിയിൽ നിന്നാണ് നിങ്ങൾക്ക് അടിയേറ്റതെങ്കിൽ CPM-നെ മുച്ചൂടും കേരളത്തിൽ തകർക്കാൻ പറ്റുന്ന രീതിയിൽ CPM അഴിമതിയുടെ അവതാരമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു എന്ന് വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ നാടിന് ബോധ്യം വരാൻ പോവുകയാണ്. ശ്രീ ഹസ്കർ, ഇത് മനസ്സിലാക്കിയിട്ടാണ് CPM സഖാക്കന്മാർ ചാനൽ ചർച്ചകളിൽ നിന്ന് പോലും ഒളിച്ചോടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്നുകൂടെ പറഞ്ഞോട്ടെ, ഇവിടെ ശ്രീ ആനന്ദ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്, പിന്നെയാണ് CPM എന്ന്. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ശത്രുക്കളാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയനെ നിയമപരമായിട്ട് ഈ ഇലക്ഷന് മുമ്പ് തന്നെ കുരുക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്കും VD സതീശനും BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഇവിടത്തെ എന്ന് പറയുന്നത് പ്രതിപക്ഷം ആദ്യം അപ്പൊ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ വ്യവഹാര വഴിയിൽ പ്രശ്നമായാൽ അത് കോൺഗ്രസിന് ഗുണമാകും. അപ്പൊ പ്ലാൻ അതാണ് സുരേഷ്. അപ്പൊ പ്ലാൻ അതാണല്ലേ? അതായത് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിന് നേട്ടമാകുമല്ലേ, കോൺഗ്രസിന് നേട്ടമാകുമല്ലേ? താങ്കൾ പറയരുതാത്ത വാക്കാട്ടോ പറഞ്ഞത്. പശ്ചിമ ബംഗാളിലെ CPM-നെതിരെ BJP അടരാടിയിട്ട് അതിന്റെ ഗുണം കോൺഗ്രസിനെതിരെ അടരാടിയിട്ട് അതിന്റെ ഗുണമുണ്ടായത് കോൺഗ്രസിനാണോ? അതുപോലെ കേരളത്തിലും കോൺഗ്രസിനെയും CPM-നെയും നശിപ്പിച്ച് BJPക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അഴിമതി മുക്തമായ വികസന യുക്തമായ ഭരണം മാത്രമേ കേരളത്തിൽ നൽകാൻ സാധിക്കൂ എന്ന്
പ്രൂവ് ചെയ്യുന്ന പക്ഷെ താങ്കൾക്ക് വിട്ടു. താങ്കൾ പറഞ്ഞ എന്താണ്? താങ്കൾ പറഞ്ഞ എന്താണ്? വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിന് പ്രതിപക്ഷത്തിന് ഗുണമുണ്ടാവുകയും കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉണ്ടാക്കില്ല. നല്ല ഒന്നാം തരം രാഷ്ട്രീയ നീക്കമാണ് ഇതൊക്കെ എന്ന് താങ്കൾ സമ്മതിക്കുകയാണ് കേട്ടോ സുരേഷ്. ശ്രീ ഹസ്കർ, ഇവിടെ വീണ വിജയന്റെ എക്സാലോജിക്കിനും CPM തമ്മിലുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനി എന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ എന്തോ കാരണത്തിൽ അതിനുവേണ്ടി ബാറ്റ് ചെയ്തു, പോട്ടെ. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അത് CPM-നുമായി അത്തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത കമ്പനിയാണ്. ഇവിടെ കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? എക്സാലോജിക്കിന് അയച്ച അല്ലെങ്കിൽ വീണ വിജയൻ അയച്ച ഒരു കത്തിലാണ്. വേറാസ് ഓഫീസേഴ്സ് റിസീവ്ഡ് എ കംപ്ലൈന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അഡ്രസ് ഓഫ് ദ സബ്സ്ക്രൈബർ ഓഫ് ഫസ്റ്റ് ഡയറക്ടർ ആൻഡ് ഇൻ ഫോം 10 മെൻഷൻഡ് ആസ് AKG സെന്റർ, പാളയം, തിരുവനന്തപുരം, കേരള 690-034. എന്തിനാണ് എക്സാലോജിക്കിന് AKG സെന്ററിന്റെ അഡ്രസ്സ്? ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഹഷ്മി, അങ്ങൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സാലോജിക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യുന്നത് 2014 അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം വന്ന് താമസിച്ചിരുന്നത് AKG സെന്ററിന്റെ ഫ്ലാറ്റിലാണ് സകുടുംബം താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2 വർഷക്കാലം തുടർച്ചയായ 2 വർഷക്കാലം ഒരാൾ എവിടെയാണോ താമസിക്കുന്നത് അത് അവിടുത്തെ അഡ്രസ്സിലായിരിക്കണം ഏതൊരു ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറും എടുക്കാൻ കഴിയുക. അതുകൊണ്ടാണ് AKG സെന്ററിന്റെ വിലാസം വന്നതെന്ന് സാധാരണ യുക്തിക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയെങ്കിൽ അങ്ങോട്ടേക്ക് നോട്ടീസ് പോയി. ഒരു വിഷമമിപ്പിക്കലല്ല, അങ്ങോട്ടേക്ക് നോട്ടീസ് പോയി. അത് അവിടെ നിന്ന് മടക്കപ്പെട്ടു. കമ്പനി ഫൈൻ അടച്ചു. 1 ലക്ഷം രൂപ ഫൈൻ അടച്ചു വീണയ്ക്ക്. 1 ലക്ഷം രൂപയ്ക്കെതിരെ അപ്പീൽ പോയി വീണ 20,000 കുറച്ചു. ഇത് പറഞ്ഞാൽ പോരെ? അവിടെ എന്താണ് ഫൈൻ അടയ്ക്കാൻ പോകുന്നത്? സെക്ഷൻ 12 അനുസരിച്ചിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചിരുന്നു. ആ അയച്ച നോട്ടീസ് രജിസ്റ്റേർഡ് ഓഫീസിൽ ചെന്നപ്പോൾ ആ രജിസ്റ്റേർഡ് ഓഫീസ് പൂട്ടി എന്നുള്ളതിന്റെ പേരിൽ തിരിച്ചു മടങ്ങുകയും വീണ്ടും അതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണ ടിക്ക് ആ ഡയറക്ടർ എന്ന നിലയിൽ നൽകിയ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പിഴ ഈടാക്കുന്ന 1 ലക്ഷം രൂപ 20,000 കുറച്ചു. അത് രജിസ്റ്റേർഡ് ഓഫീസിനെ സംബന്ധിച്ചാണ്. സെക്ഷൻ 12 അനുസരിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് മാറിയാൽ ആ വിവരം ROC അറിയിക്കണമെന്നുള്ള നിയമപരമായ ബാധ്യത ഉണ്ടായിരുന്നു. കോവിഡ് കാലഘട്ടത്തിലാണ് ആ രജിസ്റ്റേർഡ് ഓഫീസ് പൂട്ടിപ്പോവുകയും സ്വാഭാവികമായും ലെറ്റർ അവിടെ ലഭിക്കാതിരിക്കുകയും അൺക്ലെയിംഡ് ആയിട്ട് തിരിച്ചു വന്നു. 2 കൊല്ലം അടുപ്പിച്ച് എവിടെയാണോ താമസിക്കുന്നത് ഉണ്ട്. പക്ഷേ 2 കൊല്ലം വീണ താമസിച്ചിരുന്നത് AKG സെന്ററിലെ ഫ്ളാറ്റിൽ അച്ഛനോടൊപ്പം കുടുംബത്തോടൊപ്പമാണ്. ആ വിലാസത്തിലാണ് 2014 രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. അത് ബോധ്യപ്പെടുത്തിയ ഫൈൻ അടക്കേണ്ട കാര്യമുണ്ടോ? അത് ബോധ്യപ്പെടുത്തിയ ഫൈൻ അടക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഫൈൻ അടച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്ത വിവരം ROC അറിയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് സെക്ഷൻ 12 അനുസരിച്ചിട്ട് 1 ലക്ഷം രൂപ ഫൈൻ അടച്ചതും അതിനുശേഷം അപ്പീൽ നൽകിയതിനെ തുടർന്ന് 20,000 ഫൈൻ കുറയ്ക്കുകയും ചെയ്തു. അതൊക്കെ സാധാരണ നടപടിക്രമങ്ങളാണ്. നടപടിക്രമങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞു പൂർത്തിയാക്കിയതിനോട് ചേർത്താണോ ശ്രീ സുരേഷ് പറഞ്ഞു നിർത്തിയത്? തീർച്ചയായും. ഇവിടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു ചാനലിലെ ചർച്ച കഴിഞ്ഞിട്ട് ഞാനും BJP-യുടെ പ്രതിനിധിയും നിങ്ങളുടെ ഈ വണ്ടി അയക്കുമല്ലോ, അപ്പോൾ ആ ഒരേ വണ്ടിയിലാണ് തിരിച്ചു പോയത്. അപ്പോൾ അദ്ദേഹം തന്നെ, ശ്രീ സുരേഷിൻ്റെ ഉറ്റ സുഹൃത്തായ ആളാണ്, ഞാൻ പേര് പറയുന്നില്ല, അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഇവിടെ കേരളത്തിൽ UDF ദുർബലമായിട്ട് വേണം, ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ആഞ്ഞ് പ്രഹരിക്കാൻ. അതിനുശേഷം പിന്നെ ഞങ്ങളും CPM-ഉമായിട്ടായിരിക്കും നേരിട്ടുള്ള ഫൈറ്റ്. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കാം ഈ EDയൊക്കെ ഇങ്ങനെ വെറുതെ സൈഡിൽ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഈ പൊളിറ്റിക്കൽ സാങ്ഷൻ ആണല്ലോ വേണ്ടത്, EDക്കാണെങ്കിലും CBIക്കാണെങ്കിലും. ഇവിടെ CBIക്ക് അന്വേഷിക്കാൻ പോലും കാര്യമുണ്ട്. ഇവിടെ അഴിമതി നിരോധന നിയമപ്രകാരവും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അന്വേഷിക്കാനുള്ള വകുപ്പുണ്ട്. SFIO ഇപ്പോൾ അന്വേഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലേക്ക് വീണ്ടും പോകും. അപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഈ CPM-ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും ഉണ്ട്. നമ്മൾ അന്ന് മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടിയൊക്കെ റദ്ദാക്കിക്കൊണ്ട് പോയി പ്രധാനമന്ത്രിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് കാപ്പാത്തുങ്കോ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പടം പത്രങ്ങളിലൊക്കെ വന്നതാണ്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം, ഈ ശ്രീ ഹസ്കർ ഒരു കാര്യം പറഞ്ഞു, CPM-ന്റെ നേതാക്കൾക്ക് പിണറായി വിജയനെ ഭയങ്കര വിശ്വാസമാണ്.
പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല, എല്ലാവരും എക്കാലത്തും പറ്റിക്കാൻ പറ്റുകയില്ല ശ്രീ ഹസ്കർ. അത് പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ പക്ഷേ സത്യം ഒരു രാജ്യത്തിന്റെ എത്ര പ്രധാനമന്ത്രി മൂടി വെച്ചാലും നാട്ടിലേക്ക് വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്നതും കയ്യിൽ പിടിക്കുന്നതും അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുശലം പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനെ അങ്ങനെ ആ രീതിയിൽ കാണേണ്ടതില്ല. പക്ഷേ ഇവിടെ പ്രശ്നം മാസങ്ങൾ, ഒരു 6 മാസം 7 മാസം ആകുമ്പോഴേക്കും കാതലായ ഒരു ഒറ്റ ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽപ്പാണ്. അതിന് ഉത്തരം കിട്ടുമ്പോൾ തീരുന്ന ചർച്ചകളാണ്. കരിമണൽ കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ, നാടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ വാങ്ങിയ 1.25 കോടി, ചെയ്യാത്ത പണിക്ക് വാങ്ങി 1.25 കോടി കൊടുത്ത സേവനം എന്താണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ എക്സാലോജിക്കിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയാൽ തീരാവുന്ന ചർച്ചകളേ ഉള്ളൂ. അത് വരുന്നില്ല എന്നതാണ് പ്രശ്നം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.